Hi, welcome to Plus 2 Academy. Today we are discussing Introduction to Computers. എന്താണ് കമ്പ്യൂട്ടർ? Computers means to calculate. കണക്ക് കൂട്ടാനുള്ള ഒരു യന്ത്രം മാത്രമാണ് എന്ത് കമ്പ്യൂട്ടർ എന്നാണ് ആദ്യകാലത്ത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല ഇന്ന് നമുക്കതാണോ? അല്ല. ഓക്കെ, ഇന്ന് നമ്മൾ അനിമേഷൻ ചെയ്യും, ഗ്രാഫിക്സ് ചെയ്യും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യും, അല്ലേ? എന്ന് സൂപ്പർ കമ്പ്യൂട്ടർ വരെ ഇന്നത്തെ കാലത്തുണ്ട്. ദെൻ റീസെന്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സിന്റെ വരെ സഹായം ദാറ്റ് ഈസ് കമ്പ്യൂട്ടറിന്റെ അപ്ഡേഷനിൽ വന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ? ഡിഫൈൻ ചെയ്യാം, അല്ലേ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, ഓക്കെ, ടു ഇൻപുട്ട് ദ ഡാറ്റ ആൻഡ് സ്റ്റോർ ദ ഡാറ്റ ഓർ പ്രോസസിംഗ് ദ ഡാറ്റ, ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ദ ഇൻഫോർമേഷൻ. ദാറ്റ് ഇസ് എ കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് റിസൾട്ട് തരാൻ കഴിവുള്ള ഒരു ഇലക്ട്രോൺ ഡിവൈസ് ആണ് എന്ത് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഡിവൈസുകൾ നോക്കാം. ഒരു വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ്, ഓക്കെ, TV തുടങ്ങിയ എല്ലാ ഇലക്ട്രോൺ ഡിവൈസും അവരവരുടെ ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ കമ്പ്യൂട്ടറോ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് റിസൾട്ട് തരാൻ കഴിവുള്ള ഒരു ഇലക്ട്രോൺ ഡിവൈസ് ആണ് എന്ത് കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഡേറ്റ. എന്താ ഡേറ്റ? റോ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ഇതാണ് എന്ത് ഡേറ്റ. ഓക്കെ, റോ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്ന സംഭവം ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ. ഓക്കെ, അസംസ്കൃത വസ്തുക്കളാണ് എന്ത് ഡേറ്റ. ഏതൊക്കെ വരിക നോക്കാം. നമ്മളൊരു ഉദാഹരണത്തിന് ഒരു വാഹനം എടുക്കാം. അവിടെ എന്താണ് ഡേറ്റ നോക്കാം. ഒരു വാഹനം ഉണ്ടാകണമെങ്കിൽ എന്ത് അവിടെ അസംസ്കൃത വസ്തു എന്താ? റോ മെറ്റീരിയൽ എന്താ? ഈ സ്പെയർ പാർട്സുകൾ, അല്ലേ? ഈ സ്പെയർ പാർട്സുകൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ട് ഒരു കമ്പനി വന്നിട്ട് കറക്റ്റ് സ്പോട്ടുകളിൽ ആ സാധനം ഫിറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ഒരു പ്രത്യേക മോഡലുള്ള വാഹനമായി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ അവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെ സ്പെയർ പാർട്സുകളാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ലെറ്റേഴ്സ്, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ്, ദെൻ നമ്പേഴ്സ്. അപ്പൊ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, റോ മെറ്റീരിയൽ, സംതിങ് എക്സെട്ര, ഇതൊക്കെ എന്താണ്? ഡേറ്റയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനിഷൻ? റോ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഡേറ്റ. ദെൻ എന്താണ് ഇൻഫോർമേഷൻ? ഇൻഫോർമേഷൻ എന്താണ്? നമ്മൾ ഈ പറഞ്ഞത് തന്നെയുണ്ട്, അല്ലേ? ഒക്കെ കുറെ അസംസ്കൃത വസ്തുക്കളെ റോ മെറ്റീരിയൽ കൂടിയിട്ട് എന്തുണ്ടാകണം? കുറെ സ്പെയർ പാർട്സ് കൂടിയിട്ട് എന്തുണ്ടാക്കണം? ഒരു വാഹനം ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ. റിസൾട്ട് ഉണ്ടായി. കുറെ വേർഡ്സ്, ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായി, ഒരു വേർഡ്സ് ഉണ്ടായി. ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ. അപ്പോ നോക്കുക, ദ മീനിങ് ഫുൾ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. എന്താ? ദി മീനിങ് ഫുൾ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. ഡാറ്റയെ ശരിയായ രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ. ഓക്കെ, നമുക്ക് റിസൾട്ട് കിട്ടി. 2 + 3 = 5. 5 ഈസ് ആൻ ഇൻഫോർമേഷൻ. അപ്പൊ 2ഉം 3ഉം ദാറ്റ് ഈസ് ഡാറ്റ. അപ്പൊ പ്ലസ് എന്താ? ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഡാറ്റ പ്രോസസിംഗ്. ഡാറ്റ കണ്ടു. എന്താ ഡാറ്റ? ദ റോ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ. എന്താ ഇൻഫോർമേഷൻ? ദി മീനിങ് ഫുൾ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. അങ്ങനെയാണ് ഡാറ്റ പ്രോസസിംഗ്. എന്താ നോക്കാം, ശ്രദ്ധിക്കുക. ദ പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് ഡാറ്റ ഇൻടു ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ പ്രോസസിംഗ്. നോടി പറയാം, ദി പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് ഡാറ്റ ഇൻടു ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ പ്രോസസിംഗ്. ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്ന പ്രവർത്തനമാണെന്ത്? ഡാറ്റ പ്രോസസിംഗ്. ഓക്കെ, ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്ന പ്രവർത്തനമാണെന്ത്? ഡാറ്റ പ്രോസസിംഗ്. അപ്പൊ നമുക്ക് ഇൻഫോർമേഷൻ വേറൊരു നിർവചനം കൂടി കൊടുക്കാം, അല്ലേ? ഡാറ്റ പ്രോസസിംഗ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. എന്താ? ഡാറ്റ പ്രോസസിംഗ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ, അല്ലേ? നോക്കുക, ഡാറ്റ പ്രോസസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് എന്ത്? ഇൻഫോർമേഷൻ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. വാട്ട് ഈസ് ഡാറ്റ? റോ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ. വാട്ട് ഈസ് ഇൻഫോർമേഷൻ? ദ മീനിങ് ഫുൾ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. വാട്ട് ഈസ് ഡാറ്റ പ്രോസസിംഗ്? ദി പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് ഡാറ്റ ഇൻടു ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ പ്രോസസിംഗ്, അല്ലേ? അപ്പോ ഇവിടെ ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഔട്ട്പുട്ടിനെ എന്ത് വിളിക്കാം?
ഇൻഫോർമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, താങ്ക് യു.